2026 കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാണ്. അത് മുൻകാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. വലിയൊരു സംഭവ വികാസം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. എന്താണെന്ന് രാജേന്ദ്രന് മനസ്സിലായി. ബിജെപിയുടെ രംഗപ്രവേശം തന്നെയായിരിക്കും അത്. BJP പലരും പറയും മുമ്പും രംഗപ്രവേശം നടത്തിയതാണ്. 2016 ഒരു സീറ്റ് കിട്ടി, 2021 അക്കൗണ്ട് ക്ലോസ് ചെയ്യിച്ചു, തൃശ്ശൂരിലും പൂട്ടിക്കാനായിട്ടും ചിലർ തയ്യാറെടുക്കുന്നുമുണ്ട്. ആ സ്ഥിതിക്ക് വലിയൊരു ചലനം 2026 കേരളത്തിൽ ഉണ്ടാകുമോ? ഉണ്ടാകും. ഇപ്പം നമ്മൾ എല്ലാ തരത്തിലും അതുണ്ടാകും. 2-3 ഘടകങ്ങളുണ്ട് പ്രധാനപ്പെട്ടത്. അതുകൂടാതെ വേറെ ഉപഘടകങ്ങൾ. ഒന്നാമത്തെ ഘടകമെന്ന് പറയുന്നത് പിണറായി സർക്കാരിനെ മടുത്തിരിക്കുന്നു. പ്രധാനപ്പെട്ട കെടുകാര്യസ്ഥത, സാമ്പത്തിക കെടുകാര്യസ്ഥത. കേന്ദ്രത്തിനെ പഴിചാരുന്നത് ആളുകൾ അതത്ര വിശ്വസിക്കാതായിട്ടുണ്ട്. സാമ്പത്തിക മാനേജ്മെൻറ്റ് മോശം എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനാണ് ജനങ്ങൾ ഏറ്റവും അധികം നോക്കിക്കാണുന്നത്. അക്കാര്യത്തിൽ വലിയൊരു വീഴ്ച വന്നിട്ടുണ്ട്. നമ്മൾ പുറമേ നോക്കുമ്പോൾ ഒരു വർഗീയ കലാപം, അതുപോലെ ആ മാനത്തിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഓരോ സ്ഥലങ്ങളിലും നോക്കുമ്പോൾ ഗുണ്ടാ വിളയാട്ടങ്ങൾ വലിയ തോതിൽ വന്നിരിക്കുന്നു. നമ്മുടെ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജീവനും സ്വത്തിനും സംരക്ഷണം, അതുണ്ടാവുന്നില്ല. മുഖ്യമന്ത്രിയുടെ സുരക്ഷ തന്നെ ജനങ്ങൾക്കൊരു ബാധ്യതയും ഒരു വലിയ വില കൊടുക്കേണ്ട ഒന്നായിട്ട് മാറിയിരിക്കുന്നു. സുരക്ഷാ ഭീഷണിയായിട്ട് മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഈ അകമ്പടി സേവാ സംഘം പോകുമ്പോൾ റോഡിൽ കൂടി സഞ്ചരിക്കാൻ കഴിയില്ല. സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇത് ചെന്നിറങ്ങുന്ന സ്ഥലങ്ങളിലും വളരെ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ. ഇതിപ്പോൾ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ സഞ്ചരിക്കുന്നത് പോലെ വല്ലപ്പോഴുമുള്ള സഞ്ചാരമല്ല. ഈ രാഷ്ട്രീയ ഭിക്ഷാന്തഹിയായിട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത വർഷം ഈ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഈ സമുദായം ഒരു ജാതി സമുദായം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നമ്മളിത് പറയുന്ന സമയത്ത് KPMSൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആലപ്പുഴയിലേക്ക് അകമ്പടി വാഹനങ്ങളുടെ സഹായത്തോടു കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു വലിയ നിർദ്ദേശം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആജ്ഞ തന്നെ. പോലീസുകാരിപ്പോൾ അവിടെ ആരെങ്കിലും ഗ്യാസ് കത്തിച്ചു കഴിഞ്ഞാൽ കടൽത്തീരത്ത് സമ്മേളന വേദിയിൽ സമീപം ഗ്യാസ് സിലിണ്ടർ ഓൺ ചെയ്യാൻ വഴിയില്ല. ഒരു ചായ തിളപ്പിക്കണമെങ്കിലും ഇപ്പോൾ സ്റ്റൗവൊന്നുമല്ല, ഗ്യാസാണല്ലോ ഉപയോഗിക്കുന്നത്. ഒരു ചായ കുടിക്കാനുള്ള പാങ്ങ് അവിടെ ഇല്ല. ഒരു ചെറുകടി ഒരു കുടി എന്നുള്ളത് മലയാളിയുടെ ഒരു ശീലമായിട്ട് മാറിയിട്ടുണ്ട്. അതിനുള്ള പാങ്ങില്ല, അതിനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. കാരണം മുഖ്യമന്ത്രിയുടെ പ്രോട്ടോക്കോൾ പ്രകാരം അവിടെ യാതൊരു വിധത്തിലുമുള്ള പാചകവാതക സിലിണ്ടറുകളും തുറക്കാൻ പാടില്ല. തുറന്നാൽ കൈയോടെ പിടിച്ച് ജയിലിലിടും, ലോക്കബിലിടും. അതാണ് സ്ഥിതി. അപ്പം അങ്ങനെയുള്ള ഭീഷണികൾ വരുമ്പോഴും ഇത്രയധികം പോലീസിൻ്റെ അകമ്പടിയും സുരക്ഷിതത്വവും അദ്ദേഹത്തിന് കിട്ടുമ്പോൾ സാധാരണ ജനങ്ങളുടെ ജീവിതം ഭീഷണിയിലാണ്. ഈ കഴിഞ്ഞ ദിവസം അല്ലേ ഒരു ബെഞ്ച് കുട്ടിയെ ബലാത്സംഗത്തിന് അവൾ സമ്മതിക്കാതിരുന്നതിൻ്റെ പേര് ഒരു യുവാവ് അവളെ ചെളിയിലേക്ക് പിടിച്ച് പ്രാകൃതമായിട്ട്, ഏറ്റവും ഒടുവിലത്തെ ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എത്ര ദുർമരണങ്ങളാണ്. വീട്ടിലുള്ളവരെ എല്ലാം കൊല്ലുന്നു, വന്നിട്ട് ലഹരിക്കടിപ്പെട്ട അച്ഛനെയും അമ്മയും കൊല്ലുന്നു. ഇങ്ങനെയുള്ള ഏർപ്പാടുകൾ സർവത്രയാണ്. പോലീസ് തന്നെ ഒരു ബാറിന് മുമ്പിൽ നിന്നതിൻ്റെ പേര് കല്യാണ ആഘോഷത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്നവരെ മർദ്ദിക്കുന്നു. ഉള്ള ധാരാളം സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഓരോ സ്ഥലത്തും. ഇതെല്ലാം ലോക്കൽ ന്യൂസ് ആയതുകൊണ്ട് വലിയൊരു വാർത്തയായിട്ട് ഒരു പത്രവും കൊടുക്കാറില്ല. സിറ്റുവേഷൻ വളരെ ഇതെല്ലാം ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. വിലക്കയറ്റം, സപ്ലൈകോയിൽ ചെന്ന മാവേലി സ്റ്റോർ, ഇതൊക്കെ നമ്മുടെ ഈ ചന്ദ്രശേഖരൻ നായർ വളരെ ഭാവനാപൂർണ്ണമായിട്ട് വില കുറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ്. അതിൻ്റെ ഈ മാവേലി എന്നുള്ള പേര് തന്നെ വളരെ അന്വർത്ഥമാണ്. അതിൻ്റെ ഒരു പിൽക്കാല ഭാവമാണ്, തദ്ഭവമാണ് ഈ സപ്ലൈകോ. സാധനങ്ങൾ കിട്ടാനില്ല, ഉള്ള സാധനങ്ങൾക്കെല്ലാം തീവില. അങ്ങനെ ആകപ്പാടെ വലിയൊരു അരക്ഷിത അവസ്ഥയിൽ. അതുപോലെ തന്നെ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന ആശാസമരം വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഈ ഗവൺമെൻറ് അവരോട് കാണിക്കുന്ന അനുകമ്പ ഇല്ലാത്ത സമീപനം.
എം എ ബേബി പറയും തീർക്കണം എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ KM എബ്രഹാം പോലും ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും ചീഫ് സെക്രട്ടറിമാരും മുഴുവൻ അഴിമതി കേസിൽ പെടുകയാണ്. അപ്പോൾ ഇത്രയും വലിയ ഈ ഇൻ്റലിജൻസ് സംവിധാനവും പോലീസ് സംവിധാനവും ഇത്രയും വലിയ രാഷ്ട്രീയ മാസ് ബേസും ഉള്ള ഒരാൾക്ക് ഇവരുടെ ഈ അഴിമതിയെപ്പറ്റി അറിയാൻ കഴിഞ്ഞിട്ടില്ല, ഇവരെ വെച്ച് വാഴിക്കുക എന്ന് പറയുമ്പോൾ അതത്ര സ്വാഭാവികമല്ല. അതിൻ്റെ പിന്നിൽ കൂടാതെ ഏറ്റവും അതിൻ്റെ ഉപരിയായിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ ഒരു സാമ്പത്തിക ഇടപാടിൽ അത്ര അസൂയാർഹമല്ലാത്ത ഒരു സ്ഥിതിയിലാണെന്നുള്ളതാണ്. ഇത് പിന്നെ അന്വേഷണം, കരുവന്നൂർ ബാങ്ക്, ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ എല്ലാം കൂടെ ചേർന്നിട്ട് അഴിമതി, അക്രമം, അതിക്രമം അത് കൊടികുത്തി വാഴുന്ന ഒരു സ്ഥിതിവിശേഷം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല സാമ്പത്തികമായി. അപ്പം ഇങ്ങനെയുള്ളിടത്ത് ഒരുപക്ഷെ BJPക്കായിരിക്കും കേരളത്തിൽ സ്പേസ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ അതിലേക്ക് വന്നില്ലേ, ഭരണവിരുദ്ധ വികാരം ഇങ്ങനെ ആളിക്കത്തുകയാണ്. പക്ഷേ ഭരണവിരുദ്ധ വികാരം എങ്ങോട്ട് നിക്ഷേപിക്കും? പണ്ട് കോൺഗ്രസ് കൊടുക്കുമായിരുന്നു, ഇനി ഒരു കാലത്തും കോൺഗ്രസ് അധികാരത്തിൽ കേന്ദ്രത്തിൽ വരികയില്ലെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനുള്ള വേണ്ടതെല്ലാം BJP ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര സഹായത്തോടു കൂടി മാത്രമേ കേരളത്തിന് രക്ഷപ്പെടാൻ പറ്റൂ. തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കേന്ദ്രത്തിനോട് സമരം ചെയ്തുകൊണ്ട് പോയാൽ വീണ്ടും നാശത്തിലേക്കായിരിക്കും ഈ കേരളം പോകുന്നതെന്നറിയാം. അപ്പം പിന്നെ തന്നെയുമല്ല, കോൺഗ്രസ്സിനാണെങ്കിൽ തമ്മിലടി, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പടലപിടക്കം, ശശി തരൂർ പറയുന്ന ഒരു തരത്തിൽ, K. സുധാകരൻ പറയുന്ന വേറൊരു തരത്തിൽ, പ്രതാപൻ പറയുന്ന വേറൊരു തരത്തിൽ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല വേറൊരു തരത്തിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പല പ്രതിപക്ഷ നേതാക്കളും പല KPCC പ്രസിഡന്റുമാരും പല വക്താക്കളുമായിട്ട് പലതരം അഭിപ്രായങ്ങളുമായിട്ട് ഇങ്ങനെ വല്ലാത്ത ഒരു വടംവലിയിലേക്കും ഉൾപാർട്ടി സമരം എന്ന് പറയാൻ പറ്റില്ല, ഒരു പാളയത്തിൽ പടയിലേക്ക് കോൺഗ്രസ് വഴി മാറിയിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിൽ ഇത് വെച്ചു കൊടുക്കാൻ വേറൊരു കാരണം, കൊടുക്കാതിരിക്കാൻ വേറൊരു കാരണം കൂടെയുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പ്രഭാവം MLA-മാരെയൊക്കെ വളരെ വർദ്ധിപ്പിച്ചുകൊണ്ട് 5ാം മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഈ പ്രാവശ്യം ഒരു വിലപേശു എന്നുള്ളത് 100% ഉറപ്പാണ്. കേരളത്തിലെ ജനങ്ങളത് ഇഷ്ടപ്പെടുന്നില്ല. തന്നെയുമല്ല, ഇപ്പം തന്നെ സമസ്ത പറഞ്ഞു കഴിഞ്ഞു ജമാഅത്തെ ഇസ്ലാമി വർഗീയ പ്രസ്ഥാനമാണ്, തുറന്നു പറഞ്ഞു കഴിഞ്ഞു. സമസ്ത എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ഭാഗമാണല്ലോ. പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ട്, SDP-യുമായിട്ടുള്ള ബന്ധം മുസ്ലിം ലീഗ് നിരാകരിക്കുന്നില്ല. കാരണം പ്രായോഗിക രാഷ്ട്രീയത്തിൽ അവർക്ക് പരമാവധി MLA-മാരെന്നുള്ള ലക്ഷ്യം, പരമാവധി MLA-മാരെ കിട്ടിക്കൊണ്ട് ഒരു മന്ത്രിസ്ഥാനം കൂടി, 5ാം മന്ത്രിസ്ഥാനം, അത് സ്പീക്കറായാലും മതി, അതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനൊരു പാർട്ടി വന്നാൽ ഉണ്ടാകുന്ന വിപത്തിനെക്കുറിച്ച് രാഷ്ട്രീയ ബോധമുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യം വരണം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് ഇത് വെച്ചു കൊടുത്താൽ അത് മുസ്ലിം ലീഗിൻ്റെ കയ്യിലേക്ക് നമ്മുടെ ഭരണം വെച്ചു കൊടുക്കുന്നത് തുല്യമാണെന്ന് സാമാന്യബോധമുള്ള കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതിന് തയ്യാറല്ല. പിന്നെ വേറൊരു ഓപ്ഷനില്ല. ആ ഓപ്ഷനില്ലാത്ത ഒരിടത്തേക്കാണ് നമ്മൾ ഇവിടെ വിശകലനം വരേണ്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണക്ക് വെച്ച് നോക്കൂ, അതിൻ്റെ ഒരു പ്രതിഫലനം അവിടെ വന്നിട്ടുണ്ട്, ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് 11 സ്ഥാനങ്ങളിൽ 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ NDAക്ക്, BJPക്ക് എന്ന് പറഞ്ഞാൽ BJPക്ക്. നോക്കൂ, ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇത് വരുമ്പോൾ 11 കൊണ്ട് അവർക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ അവർക്ക് എന്ത് സ്വാധീനം ചെലുത്താൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ 10 സ്ഥാനങ്ങൾ 11 തൊട്ട് ഒരെണ്ണം കുറഞ്ഞു എന്ന് വിചാരിക്കുക, എന്നാലും എത്ര ഉണ്ട്? 10 ഉണ്ട്. 10 വരുമ്പോൾ കടുത്ത മത്സരമായിരിക്കും. തിരുവനന്തപുരം പാർലമെന്റ് കൊണ്ട് 4 എണ്ണം. അതെ, അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ. അപ്പോൾ ഈ കോൺഗ്രസും CPM-ഉം തമ്മിൽ നടക്കുന്നത്, ഇരു മുന്നണികളും തമ്മിൽ നടക്കുന്നത് അത്ര ലഘുവായ മത്സരമായിരിക്കില്ല, കടുത്ത മത്സരമായിരിക്കും ഇപ്രാവശ്യം. കാരണം ഒരു വശത്ത് ഭരണവിരുദ്ധ തരംഗം തന്നെ, മറുവശത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ത് വന്നാലും 3ാം ഊഴം പിണറായിക്ക് കൊടുക്കില്ലെന്നൊരു വാശിയിൽ K. സുധാകരൻ്റെ നേതൃത്വത്തിൽ അല്പം കേഡർ സ്വഭാവം ആർജിച്ചു പോയൊരു പാർട്ടിയുടെ അവസാനത്തെ പോരാട്ടം, അതാണ് അടിവടൽ, അവസാനത്തെ പോരാട്ടം, നൗ ഓർ നെവർ എന്നുള്ളതാണ്. അങ്ങനെ ഒരു പോരാട്ടം. പക്ഷേ ഈ 11 ഇടങ്ങളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്.
11 ഇടങ്ങൾ BJP വലിയ പ്രതീക്ഷ തന്നെ വെച്ച് പുലർത്തുന്നുണ്ട്. അത് ഇപ്പം നമ്മൾ പറയും ലോക്സഭയിലെ തിരഞ്ഞെടുപ്പല്ല നിയമസഭ എന്നൊക്കെ പറയുമെങ്കിലും, പക്ഷെ അതൊക്കെ പണ്ടായിരുന്നു, അതിനകത്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഈ 18 ഇടങ്ങളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. വലിയ വ്യത്യാസത്തിലൊന്നുമല്ല, തൊട്ടടുത്ത് നിൽക്കുകയാണ് 18 ഇടങ്ങളിൽ. ഞാൻ പറയുന്ന ഒരു മിനിമം സാധ്യതയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം തന്നെയല്ല കുറേ സീറ്റുകൾ പോകുന്നു വെച്ചു, നിയമസഭ വരുമ്പോൾ ലോക്സഭയിൽ പോലെ വരില്ല, അതും കൂടെ വെച്ചുകൊണ്ടാണ് ഈ 18 നമ്മളങ്ങ് തള്ളുക, പാടെ തള്ളുക, വരില്ല, അത് കിട്ടില്ല, പോയി എന്ന് തന്നെ വിചാരിക്കുക. മിനിമം ഒരു ബേസ് വെച്ച് നമ്മൾ പറയുമ്പോൾ ഈ 10 എന്നുള്ളത് ഒരെണ്ണം കൂടെ കുറച്ച് കഴിയുമ്പോഴും സ്ഥിതി നമുക്കുള്ളത് 140 MLA-മാരാണല്ലോ മൊത്തം. ഇവിടെ കടുത്ത മത്സരം, അവസാനത്തെ പോരാട്ടം മുസ്ലിം ലീഗിനോടൊപ്പം ഇവർ നടത്തുമ്പോൾ ശക്തമായ പോരാട്ടമായിരിക്കും. കേരള കോൺഗ്രസ് ഒരു പക്ഷേ UDF-നോടൊപ്പം വരാം, അത് നമ്മൾ കണക്കാക്കുന്നില്ല. ആ സാഹചര്യം ഇല്ലെങ്കിൽ പോലും CPM-ന് കിട്ടാവുന്നത് എന്ന് പറയുന്നത് 90 കിട്ടില്ല, 99 കിട്ടില്ല. അവർക്ക് കിട്ടാവുന്നതെന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം, CPI-യുടെ എതിർപ്പ്, ഇതെല്ലാം കൂടെ വെച്ചാൽ ഞാൻ പറയുന്നത്. ആ കോവിഡിനെ അതിജീവിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ 90 കടന്നു പോയത്, അല്ലെങ്കിൽ വരില്ല. അപ്പോൾ ഇപ്പോൾ അതിനൊക്കെ അങ്ങനെ ഒരു നേട്ടമൊന്നും പറയാനില്ല. അതുകൊണ്ട് മാക്സിമം കിട്ടാവുന്നത് ഒരു 69 സീറ്റാണ് ബാക്കിയുള്ളത്. കാരണം പിന്നുള്ളത് ഈ 10 സീറ്റ് BJP-ക്ക് നമ്മളങ്ങ് കൊടുത്തു കഴിഞ്ഞു. പിന്നുള്ളത് എത്ര? 130-ൽ 69 അവർക്ക് കിട്ടും, കിട്ടിയ. പക്ഷേ ഇവിടെ മറുവശത്ത് കോൺഗ്രസ് ഒരു 61 പിടിച്ചിരിക്കും പ്രാവശ്യം. പിടിച്ചേ പറ്റുമോ അവർക്ക്? കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കും കിട്ടിയിട്ടുണ്ട്, 19 സീറ്റ് അവർ നേടിയിട്ടില്ലേ. അവരെ നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. തമ്മിലടി കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ഭരണത്തിൽ ഈസി ആയിട്ട് ഭൂരിപക്ഷം നേടി കയറിയത്. ഈ പ്രാവശ്യം ഭൂരിപക്ഷം കിട്ടില്ല, തമ്മിലടിയാണ്. തന്നെയല്ല കേന്ദ്ര നേതൃത്വം വീക്കാണ്, വളരെ പറഞ്ഞാൽ കേൾക്കില്ല കേരളം. അപ്പോൾ ആ ഒരു സ്ഥിതി വന്നാന്ന് ആലോചിച്ച് നോക്കി. 140 അല്ലേ, ഭൂരിപക്ഷം വേണമെങ്കിൽ എത്ര വേണം? 71 വേണ്ടേ? കാരണം ഒരു 71 പോരാ. നിഷ്പക്ഷനായ ഒരു സ്പീക്കർ വേണമെങ്കിൽ എത്ര വേണം? 72 വേണോ? 72 വേണം. അപ്പോൾ സ്വന്തമായിട്ട് മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയുമോ CPM-ന്? ഒരു മുന്നണിക്കും കഴിയാതാവും. മറ്റേടത്ത് 61 ഉള്ളൂ. BJP-ക്കാരെ കൂറുമാറ്റാൻ നടക്കില്ല, അത് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ BJP 20 സീറ്റ് പിടിച്ചാലും മതി. അല്ല, 10 സീറ്റ് പിടിച്ചാലും അവരൊരു ഗെയിം ചേഞ്ചറാണ്. 10 സീറ്റ് പിടിച്ചാലും അവിടെ ഗെയിം ചേഞ്ചറാവും. ടൈറ്റ് വെയ്റ്റിനിടയ്ക്ക് അവർ തീരുമാനിക്കും ആരധികാരത്തിൽ വരുന്നു. അവർ പിന്തുണയൊന്നും കൊടുക്കില്ല, കാരണം പ്രത്യയശാസ്ത്ര വിരുദ്ധതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവർ തെരഞ്ഞെടുപ്പ് വോട്ട് ആണല്ലോ ഇത് തീരുമാനിക്കുന്നത്, സ്പീക്കറുടെ വോട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ ഇത് മന്ത്രിസഭ തകർന്നു വീഴാൻ സാധ്യതയുണ്ട്. അവിടെ അവരങ്ങിറങ്ങിപ്പോയാൽ മതി. എനിക്ക് അവസരത്തിൽ വേറൊരു സംശയം, ഒരുപക്ഷെ ചോദിക്കുമ്പോൾ അത് ചിലർക്കത് അത്ര രുചിക്കത്തില്ല. ലീഗിന് കുറച്ച് സീറ്റുണ്ടല്ലോ, ഇപ്പോൾ 20 സീറ്റ് BJP കയറുന്നു എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ലീഗും ചിലപ്പോൾ ഇവരോടൊപ്പം നിൽക്കാൻ തയ്യാറാണ്. ലീഗിന് ഇനി ഭരണമില്ലാതിരിക്കാൻ പറ്റത്തില്ല. പറ്റും. മാണി, മറ്റ് ചെറു കക്ഷികള്, 2ഇടത്തും ചെറു ഘടകകക്ഷികളുണ്ട്. ഇവരെ എല്ലാവരും കൂടെ ഇങ്ങോട്ട് BJP-യുടെ കുടക്കീഴിൽ കൊണ്ടുവരുന്നതിൽ അസാധ്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം ജമ്മു കാശ്മീരിൽ അങ്ങനെ ആണല്ലോ. BJP PDP എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ, ഇവിടെ ഇപ്പം മുസ്ലിം ലീഗ് പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്നില്ല, പാകിസ്ഥാൻ്റെ പക്ഷത്ത് നിൽക്കുന്ന PDP-യുമായിട്ട് ചേർന്നവർ ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വലിയ അത്ഭുതമൊന്നുമില്ല. ഈ പൊളിറ്റിക്സ് ഈസ് ആൻ ആർട്ട് ഓഫ് കൺവീനിയൻസ് എന്നാണല്ലോ. അപ്പോൾ അതിൽ പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ദേശീയ താല്പര്യങ്ങളൊന്നും BJP ബലി കഴിക്കുകയില്ല. ആ രീതിയിൽ അവർ പോകത്തുള്ളൂ. ഇപ്പോൾ ഏത് നിമിഷവും വേണമെങ്കിൽ വെച്ചൊടിയാൻ സാധ്യതയുണ്ട് അത്തരം ഒരു മുന്നണി. അവിടെ കാശ്മീരിൽ അങ്ങനെ സംഭവിച്ചല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ പറയുമ്പോഴും ടൈറ്റ് ഫൈറ്റ് ആണെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും BJP ഒരു ഗെയിം പ്ലെയർ തന്നെ ആയിരിക്കും, ഇവിടെ ഗെയിം ചേഞ്ചർ തന്നെ ആയിരിക്കും. എന്ന് മാത്രം വേറൊരു കാര്യം കൂടെ നമ്മൾ പരിഗണിച്ചിട്ടില്ല. നമ്മൾ പരിഗണിക്കാത്ത ഒരു കാര്യമുണ്ട്. BJP-ക്ക് സീറ്റ് കിട്ടുമെന്ന് വന്നാൽ UDF-ഉം LDF-ഉം കൂടെ ചേർന്ന് പരമാവധി സമ്മർദ്ദം ഉപയോഗിച്ച് അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കും. ആ ഒരു സമ്മർദ്ദം കൂടെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ 18 2ാം സ്ഥാനം വിട്ടത്. പിന്നെ അതുപോലെ 11 1ാം സ്ഥാനം കിട്ടിയതിൽ ഒരെണ്ണം അങ്ങ് വിട്ടത്. അങ്ങനെ അവർ രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു സീറ്റെങ്കിലും പോകുമെന്നുള്ള ഒരു സാധ്യത, ആ ഒരു സാധ്യതയും കൂടി പോസിബിലിറ്റി മാത്രം അതും കൂടെ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ കാര്യം തീരുമാനിക്കുന്നത് BJP തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.